ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തീയലിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് ചിരകി വെച്ച തേങ്ങ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഈ ഒരു പരുവത്തിനാവുമ്പോഴേക്കും ഇതിൽ അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളും ഈ തേങ്ങയും കൂടി ഒന്നും കൂടി ഒന്ന് നല്ല റോസ്റ്റായിട്ട് വരുന്നത് വരെ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പൊടികളെല്ലാം നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ചോയ്സിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുരിങ്ങയ്ക്ക, പച്ചക്കായ, സവാള, ക്യാരറ്റ്, തക്കാളി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിന് ഏതാണ്ട് പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.